സോ അപ്പൊ ഇനി നമ്മളെ വാങ്ങിച്ച രണ്ട് മെയിൻ സാധനങ്ങളുണ്ട്. അപ്പോൾ അതാണ് കുറച്ചല്ല നല്ല പൈസ ആയത് ആ രണ്ട് സാധനത്തിന്. നമ്മളെ മെയിൻ സാധനം ഇത് ആക്ച്വലി സൺസ്ക്രീൻ ആണ്. നമ്മൾ ബയോർ UV എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ. ഒന്ന് നമ്മൾ ഫുള്ള് യൂസ് ചെയ്ത് ഏകദേശം കുറച്ച് കഴിയാനായി. ഇത് അടിപൊളി സാധനം, ഭയങ്കര എക്സ്പെൻസീവ് നാട്ടില്. പക്ഷെ അവിടെ നമുക്ക് കുറച്ച് ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. ഒരു 300-400 റുപ്പീസിന്റെ ഉള്ളിൽ ഇത് ഇങ്ങനെ കിട്ടും. അതിന്റെ തന്നെ നമ്മള് സ്പ്രേയും വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഭയങ്കര ഫേമസ് ആണ്. നാട്ടില് ഒരു 1500 അങ്ങനെ എന്തോ ഉണ്ട്. നല്ല പൈസ നാട്ടിലെല്ലാത്തിനും. അവിടെ ടാക്സും കൂടെ വരുന്നത് കൊണ്ടായിരിക്കും. പക്ഷെ അവിടെ പോകുന്നുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും ഈ ഒരു പ്രോഡക്ട്സ് എല്ലാം എന്തായാലും വാങ്ങിക്കണം. ഭയങ്കര അടിപൊളിയാ. ഇതൊരു സൺസ്ക്രീൻ. ഇത് നൈസാണ്. ഇത് നമ്മള് ട്രൈ ചെയ്തിട്ടില്ല. ഈ മറ്റേ ബയോ നോക്കിയതാണ്. ഇതിന്റെ ഒരു ടോണപ്പ് വേർഷൻ നമ്മൾ നോക്കിയില്ല. പക്ഷെ ഇത് ഫേമസ് ആണ്, ഭയങ്കര ഫേമസ് ആണ്. പിന്നെ വാങ്ങിച്ചു. ആദ്യം പറഞ്ഞ സ്റ്റിക്കേഴ്സ് ഇതാണ് നമ്മളവിടെ അവിടുന്ന് മെയിനായിട്ട് യൂസ് ചെയ്ത സാധനം. നമ്മള് അവിടെ കുറേ നടക്കാനുണ്ട്. ജപ്പാനിൽ പോയി കഴിഞ്ഞാല് എന്താ പറയാ, ഓരോ സ്റ്റേഷൻ 20,000 സ്റ്റെപ്സ് ഒക്കെ മിനിമം ആണ്. അതൊക്കെ വെറും നോർമലാണ്. അത് ഇഷ്ടം പോലെ നടക്കുമ്പോൾ ടയർഡും എന്ന് വെച്ചാൽ ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പോലെ ഒരു നടക്കുന്നതിനിടയ്ക്ക് വണ്ടി കയറി വരും, ഇതൊന്നും അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ. അത് ഭയങ്കര ഓർഗനൈസ്ഡ് വരെ നടക്കുക. അപ്പം നടന്നു പോകും നമ്മൾ, കുറേ നടക്കാം എല്ലാം ഇങ്ങനെ കണ്ട്. പക്ഷെ രാത്രി ആകുമ്പോഴേ അതിന്റെ ഒരു പെയിൻ വരിക. ഈയൊരു ഭാഗത്ത് തന്നെ ഇവർ ഈ ഒട്ടിച്ചില്ല. അപ്പൊ ഈ ഒരു സംഭവം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പാണ്. രാത്രി ഒട്ടിച്ച് വെച്ചതിന് രാവിലെ ആകുമ്പോഴത്തേക്ക് നല്ല സുഖം, നല്ല ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഒരു തണുപ്പ് സ്റ്റിക്കർ, ഒരു നല്ലൊരു സുഖം കിട്ടും. അത് ഒട്ടിച്ച് കഴിയുമ്പോൾ തന്നെ നല്ല റിലാക്സ്ഡ് ഫീൽ. ഒരു 2 പാക്കറ്റ് നമ്മൾ ഓൾറെഡി അവിടുന്ന് പിന്നെയും എക്സ്ട്രാ ഒരു 2 പാക്കറ്റ് നമ്മൾ ഇനിയും ട്രാവൽ ചെയ്യുമല്ലോ. അപ്പൊ നടക്കെല്ലാം ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് വാങ്ങിച്ച. ഇതിൽ എത്ര ഉണ്ട്? ഒന്നില് 18 എണ്ണമുണ്ട്. ഇത് ഭയങ്കര അടിപൊളി. പിന്നെ ഇതൊരു സോപ്പാണ് ആക്ച്വലി. ബൂട്ടി കെയർ സ്ക്രബ് സോപ്പ്. ഇത് നമ്മളെ പ്രൈവറ്റ് പാർട്സിൽ യൂസ് ചെയ്യുന്നൊരു സോപ്പാണ്. ഇത് വെറുതെ കണ്ടപ്പോൾ വാങ്ങിച്ചതാ. അതിൻ്റെ ആ ഒരു ഷേപ്പെല്ലാം കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഷേപ്പ്. യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല, അത് നോക്കണം. ഇനി നെക്സ്റ്റ് ചോക്ലേറ്റ്സ്. നമ്മളെ മെയിൻ കണക്കുണ്ട്. ഇതിന് എത്ര എടുത്താലും ഇപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ മെയ്ജി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ്, ചോക്ലേറ്റ്സിൻ്റെ ഒരു ബ്രാൻഡ് ഉണ്ട്. അതുപോലെ തന്നെ കുറേ ചോക്ലേറ്റ്സ് നമ്മൾ വാങ്ങി. അതിൽ കുറച്ചെണ്ണമാണ് ഈ ഒരു കാണിച്ചത്, മാക്കഡേമിയ, പിസ്റ്റാഷ്യോ, നട്ട്സൊക്കെ ഉള്ള ചോക്ലേറ്റ്സ്. ഇത് നൈസാണ്, എല്ലാം നല്ല ടേസ്റ്റാണ്. ചോക്ലേറ്റ്സ് ജപ്പാനിലെ ബെസ്റ്റ് സാധനം ഞാൻ പറയും. മതിയാവില്ല. ഇത് കുറെ കഴിച്ചു. വായിലിട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ മെൽറ്റായി പോകും. പിന്നെ അതിൻ്റെ ഉള്ളിൽ പിസ്ത ഉണ്ടാവും, ആൽമണ്ട് ഉണ്ടാവും. അടിപൊളിയാണ്. ഇതും അവരുടെ തന്നെ മിൽക്കും പലതരം വെറൈറ്റീസ് ചോക്ലേറ്റ്സ് ആണ്. ഇത് നല്ല നല്ല ചോക്ലേറ്റ്സ് ആണ്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു നാട്ടിലും കിട്ടുമായിരിക്കും, പക്ഷെ റേറ്റ് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ അവിടെ ജപ്പാനിൽ ഫേമസ് സംഭവം ഈ ജെല്ലി ടൈപ്പ് ചോക്ലേറ്റ്സ്. അപ്പോൾ അതിൻ്റെ നമ്മൾ ഹൈച്ചു എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ കുറച്ച് ജെല്ലീസ് വാങ്ങിച്ചു. ഇത് വേറെയാണ്, ഒരു ഹീറോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് പറഞ്ഞ ജെല്ലീസ്. ഇത് നല്ല ടേസ്റ്റ്, അവിടെ കുറേ കഴിക്കാറുണ്ട്. ഞാനവിടെ വർക്ക് ചെയ്യുന്നതിനിടയിൽ എനിക്ക് നല്ല സാധനങ്ങളായിരുന്നു. ഓഫീസ് അവേഴ്സിന് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ കുറേ കഴിക്കും. ഇത് പിന്നെ എനിക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇതിന് പറയേണ്ട ആവശ്യമില്ല. ജപ്പാൻ എന്ന് വെച്ചാൽ കിറ്റ്കാറ്റിന്റെ ഒരു 300 ഫ്ലേവേഴ്സ് ഉണ്ടെന്നാണ് കേട്ടത്. നമ്മൾ ആക്ച്വലി ഒരു 10-15 എണ്ണത്തിന്റെ ആ റേഞ്ച് ടേസ്റ്റ് വാങ്ങിച്ചുള്ളൂ. ബാക്കി ആരും
വാരിക്കൊണ്ടുവരും. അപ്പൊ ഇതിന്റെ പല പല ഫ്ലേവേഴ്സ്. ഇത് ബാസ്കിൻ റോബിൻസിന്റെ ഒരു മിന്റ് ഫ്ലേവേർഡ് കിറ്റ്കാറ്റ്. എല്ലാം വെറൈറ്റി ടേസ്റ്റ്, എല്ലാവർക്കും ഇഷ്ടപ്പെടാനൊന്നുമില്ല. ഇത് റാസ്ബെറി. ഇത് നല്ലതാണ്, ഇത് നല്ല ടേസ്റ്റാണ് കിറ്റ്കാറ്റ്. പിന്നെ ഇത് മാച്ച എന്ന് പറഞ്ഞ ഗ്രീൻ ടീന്റെ ഒരു ഫ്ലേവറാണ്. ഇത് സത്യം പറഞ്ഞാൽ ഇവർക്ക് ആർക്കും ഇഷ്ടമായിട്ടില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. എനിക്ക് ഗ്രീൻ ടീ ഞാൻ കഴിക്കാറുണ്ട് ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കും. എന്റെ അഭിപ്രായം ഇത് വൻ ഹൈപ്പ് തന്നെയാണ്. ഒരു കയ്പാണ്. പക്ഷെ എനിക്ക് അവിടെ മാച്ചാൻ്റെ എല്ലാ സംഭവവും ഇഷ്ടം. ഐസ്ക്രീം വാനില മിക്സ് ആണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് ടേസ്റ്റ് ചെയ്യാം. പക്ഷെ ഇതങ്ങനെ വലിയ രസമൊന്നുമില്ല. എന്തിനാ ഇത്രയും ഹൈപ്പ് എനിക്കറിയില്ല. എല്ലാവരും വന്നിട്ട് വൻ ഹൈപ്പാണ്. പിന്നെ ഇത് നമ്മൾ ടേസ്റ്റ് ചെയ്തല്ലേ, ഇത് സ്ട്രോബെറി ഫ്ലേവേർഡ്, മിൽക്കും സ്ട്രോബെറി ഫ്ലേവേർഡ് കിറ്റ്കാറ്റ്. ഇത് നാട്ടിൽ നമ്മൾ കാണാനേ പറ്റില്ല. ഇത് നൈസാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിനൊരു കുറച്ചൊരു ഡാർക്ക് ചോക്ലേറ്റ്. ഇത് ടേസ്റ്റ് ഉണ്ട്, ഇത് നൈസാണ്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇത് കുറച്ച് എനിക്ക് തോന്നുന്നു കുറച്ച് കോഫി ഉണ്ടോ അറിയില്ല. ഇതൊന്നും എഴുതിയിട്ടില്ല എന്താ ഫ്ലേവർ. പക്ഷെ നല്ലൊരു എനിക്ക് ഇഷ്ടപ്പെട്ടു. കോഫിയും ചോക്ലേറ്റും മിക്സ് ഫ്ലേവർ നമുക്ക് എനിക്ക് മനസ്സിലായില്ല. കോഫിയാണെന്ന് തോന്നുന്നു, ഇതൊന്നും കാണുന്നില്ല. ഇത് കൂടാണ്ട് കുറച്ച് കിറ്റ്കാറ്റ് ഫ്ലേവേഴ്സ് നമ്മൾ ഓൾറെഡി തിന്നു കഴിഞ്ഞ്. എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചത്. ഇതൊരു നോർമൽ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കിറ്റ്കാറ്റ് ഒരു ഫ്ലേവർ, അതേ ടേസ്റ്റ്. ഇതൊന്ന്. പിന്നെ ഇത് സ്ട്രോബെറിയുടെ തന്നെ വേറൊരു ടൈപ്പ്, സ്ട്രോബെറി ചോക്ലേറ്റ് മിക്സ്. ഇതും ടേസ്റ്റ് ആയിരുന്നു, വ്യത്യാസമുണ്ട് മറ്റേനേക്കാൾ. പിന്നെ ഇത് ഓറഞ്ച് ഫ്ലേവേർഡ് കിറ്റ്കാറ്റ്. ഇതെല്ലാം നിങ്ങൾക്ക് കാണുമ്പോൾ ഞെട്ടലായിരിക്കും, നമ്മൾ വിചാരിക്കാത്ത ഫ്ലേവർ. ഇത് പിന്നെ അവിടെ കിട്ടുന്ന സാക്കുറ ഫ്ലേവേർഡ്, അവിടുത്തെ ചെറി ബ്ലോസം ഫ്ലേവേർഡ് കിറ്റ്കാറ്റ്. ഇത് വൺ ടേസ്റ്റ് ആയിരുന്നു. ഒരു മിൽക്കി ബാറിന്റെ ഒരു ഫ്ലേവർ ഉണ്ട്. ഇത് കൂടാണ്ട് അവിടെ വെറൈറ്റി സാധനങ്ങളാണ്. മൈലോ ഫ്ലേവേർഡ് കിറ്റ്കാറ്റ്, അങ്ങനെ എന്തൊക്കെയോ കാണാം. ഒരു മാംഗോ ഫ്ലേവേർഡ്, അങ്ങനെ പലതും ഉണ്ട്. നമ്മളിതിന് അധികം വാങ്ങിക്കാൻ നിന്നില്ല. പിന്നെ ഇത് അവിടെ കുറെ ഭയങ്കര കോമൺ ആയിട്ടുള്ള ചോക്ലേറ്റ്സ് ആണ്. ഇതിന് നല്ല വേഫർ ടൈപ്പ് കുറെ ചോക്ലേറ്റ്സ് ഉണ്ട്. അതുപോലെ ഞാൻ പറഞ്ഞ മേജി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചെറിയ 3 ഫ്ലേവറില്ല, അതായത് സ്ട്രോബെറി, ചോക്ലേറ്റ്, മാച്ച, അങ്ങനെ പല ഫ്ലേവേഴ്സ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മേജിയുടെ തന്നെ പല ചോക്ലേറ്റ്സ് ഉണ്ട്. ഇതൊക്കെ മിൽക്ക് ചോക്ലേറ്റ്സ് ആണ്. പറയാം നല്ല ടേസ്റ്റാണ്, ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ. വീട്ടിൽ കൊടുക്കും. സ്ട്രോബെറിന്റെ ഉണ്ടായിരുന്നു, അത് അടിപൊളിയായിരുന്നു. പിന്നെ ഇത് ഹേർഷീസിന്റെ തന്നെ സ്ട്രോബെറി മിൽക്ക് ചോക്ലേറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റ് ആയിട്ടില്ല. ഇല്ല, കഴിച്ചില്ല. എല്ലാം കുറെ കഴിക്കാനുണ്ട്. ഈ ഒരു സംഭവം ഇത് ലോഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ്, അവിടെ നിന്ന് വാങ്ങിച്ചത്. ഒരു ബുക്കും പിന്നെ ഒരു കുറച്ച് അവിടുത്തെ പെൻസ് ഒക്കെ നല്ല ക്വാളിറ്റി പെൻസ്, അത് വാങ്ങിച്ചു. കുറച്ച് ക്വാളിറ്റി പെന്ന്. ഇതിന്റെ പുറത്തുള്ള അതേ കളർ തന്നെയാണ് അകത്ത് വരുന്നത്. ഞാൻ അവിടെ വെറുതെ കുറച്ച് സ്റ്റിക്കേഴ്സ്. ഇങ്ങനെ കുറച്ച് അവിടെ നിന്ന് അത്രയും വാങ്ങിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഷൂസിന്റെ കാറ്റഗറി പോയി. അവിടെ നമ്മൾ കുറേ ഷൂസ് വാങ്ങിച്ചു. ഏകദേശം എണ്ണി നോക്കിയ ഒരു 6-7 ഷൂസ് വാങ്ങിച്ചു. നമ്മൾ കുറച്ച് പേർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നമുക്ക് വേണ്ടി വാങ്ങിച്ച കുറച്ച് ഷൂസ് നമ്മുടെ കയ്യിലുണ്ട്, അത് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പൊ ആദ്യം ഇവളുടെ ഒരു ഇത് ആക്ച്വലി ന്യൂ ബാലൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഈ ഷൂസ്. ഇത് നല്ല കിടക്ക. ഇതിന്റെ ഉള്ളില് മറ്റേ ഫ്രഷ് ഫോം എന്ന് പറയുന്നത്. ഇത് നല്ല ക്വാളിറ്റി, സോഫ്റ്റ് ആണ്. ഇട്ട് കഴിഞ്ഞാല് എൻ്റെ ഇതിന് മുന്നേ ഉള്ളത് എൻ്റെ അടുത്തുള്ള സ്കെച്ചേഴ്സാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടെ അടിപൊളിയാണ്. ഇട്ട് നടക്കാനും ഭയങ്കര സുഖം. നല്ല തീരെ വെയിറ്റും ഇല്ല. ന്യൂ ബാലൻസ് അവിടെ എല്ലാരും യൂസ് ചെയ്യണ ബ്രാൻഡ്. ഇപ്പൊ ഇന്ത്യയിലും ഉണ്ട്, എന്നാലും ഞാൻ പറഞ്ഞ ഇത് നല്ല ക്വാളിറ്റി, ഭയങ്കര ഒരു കംഫർട്ടബിൾ. നമ്മുടെ ഈ എസ്പെഷ്യലി ചിലവർക്ക് ഈ വൈഡ് ആയിട്ടുള്ള കാൽ
ഇതുണ്ടാവുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുൾ സാധനം, കുറച്ച് നല്ല കംഫർട്ടബിൾ ആണ്. എനിക്ക് ശരിക്കും ഇതിന്റെ ഈ ഒരു ഞാൻ നല്ല രസമുണ്ട് കാണാൻ. അതിന്റെ മെറ്റീരിയൽ സുവേഡ് നല്ല രസമുള്ള ഒരു ഇതാണ്. പിന്നെ നെക്സ്റ്റ് ഷൂ എന്ന് പറയുന്ന നൈക്കിയുടെ ഒരു എയർ മാക്സിന്റെ ഒരു മോഡലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഇതാണ് ആ മോഡൽ. ഇതിന്റെ വേറെയും കളേഴ്സ് ഉണ്ടായിരുന്നു. വേറൊരു ടൈപ്പ്. ഇത് എനിക്ക് ഈ ഒരു കളർ ടൈപ്പ് ഷൂസ് ഇല്ല, അപ്പൊ ഞാൻ ഇങ്ങനത്തെ ഒരു കളർ എടുത്തു. നല്ല നല്ല നൈസ്, ഭയങ്കര കംഫർട്ടബിൾ, നല്ല സുഖമുണ്ട് ഇത് ഇടുമ്പോൾ. ഇതൊന്നും നയിക്കുന്ന. പിന്നെ നമ്മള് കുറച്ച് ബാഗും എല്ലാം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് പാരന്റ്സിനും പിന്നെ ഏച്ചിക്കും എല്ലാം കൊടുക്കാൻ വേണ്ടിട്ട്. അതെല്ലാം നാട്ടിൽ പോയപ്പോ കൊടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ അതിന്റെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. നമ്മള് അത് സെപ്പറേറ്റ് കാണും. പിന്നെ വാൻസ് എന്ന് പറഞ്ഞൊരു മോഡലിന്റെ ഇത് ജപ്പാൻ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഗ്രീൻ പപ്പീസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡല്. അപ്പോൾ ഇത് ഞാൻ അവിടുന്ന് വാങ്ങിച്ചു. ഇത് എനിക്ക് ഭയങ്കര ഒരു കാഷ്വൽ, ഭയങ്കര കംഫർട്ടബിളാ, നല്ല ഇഷ്ടപ്പെട്ടു. എനിക്കൊരു നല്ലൊരു കാഷ്വൽ ഔട്ട്ഫിറ്റ് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ ബെസ്റ്റാണ് ഇത് വാൻസ്. പിന്നെ ഞാനൊരു ന്യൂ ബാലൻസിൻ്റെ ഒരു ഷൂ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 880 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ അതും ഇതേപോലെ നേരത്തെ പറഞ്ഞ ഫ്രഷ് ഫോം ടൈപ്പാണ്. ഇതാണ് ഒരു ഭയങ്കര കംഫർട്ടബിൾ. എനിക്ക് തോന്നുന്നു നൈക്കിനേക്കാളും കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് ഈ ന്യൂ ബാലൻസ് തോന്നിയിട്ടുണ്ട്. നല്ല നല്ല അടിപൊളി ഡിസൈനാണ്, നല്ലൊരു ക്ലാസിക് ഡിസൈൻ. ഷൂസിനെല്ലാം ജപ്പാനിൽ കുറച്ച് റേറ്റ് കുറവുണ്ട്, പക്ഷെ അങ്ങനെ ഭയങ്കര കുറവൊന്നുമില്ല. നമ്മളിപ്പോ എടുത്ത ചില മോഡൽസ് ഒക്കെ അവിടെ നല്ല കുറവ്, ചിലതൊക്കെ ഇന്ത്യൻ്റെ അതേ ഒരു റേറ്റ് തന്നെ. പക്ഷെ ചില മോഡൽസ് നല്ല ഭയങ്കര കുറവാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒക്കെ നോക്കി എടുത്തതാണ്. പിന്നെ ഭയങ്കര കുറവല്ല, ഒരു 10K 5K അതിന്റെ ഉള്ളിൽ വരുന്ന. പിന്നെ ലാസ്റ്റ് ആയിട്ട് ഇത് നമ്മൾ അവിടുന്ന് എന്തായാലും വേണമെന്ന് വെച്ചിട്ട് എടുത്തത് ഒരു മോഡലാണ്. ഇത്രയും ഇതിന് ഡിമാൻഡ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. അവിടെ എല്ലാ ആൾക്കാർക്ക് അത് വലിയ കാര്യമൊന്നുമില്ല, പക്ഷെ പുറത്തുനിന്ന് തന്നെ ഈ ഫോറിനേഴ്സ് അതാണ് അവിടെ ഉള്ളവരാരും ഇതങ്ങനെ വാങ്ങാനായിട്ട് കാണുന്നില്ല. പക്ഷെ ഇത് ഞാൻ എന്തായാലും ഒരു പേരെങ്ങനെയൊക്കെ ഒപ്പിച്ചു. എന്റെ സൈസ് ഒന്നും കിട്ടണേ ഉണ്ടായിരുന്നില്ല. പല ഷോപ്സിൽ പോയി നോക്കിയിട്ടാണ് നല്ല സാധനം. ഇതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ നമ്മള് ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി നമ്മളെ വാങ്ങിച്ച രണ്ട് മെയിൻ സാധനങ്ങളുണ്ട്. അപ്പോ അതാണ് കുറച്ചല്ല നല്ല പൈസ ആയത് ആ രണ്ട് സാധനത്തിന്. അപ്പോൾ ആക്ച്വലി ഈ വാച്ചസ് ഞാൻ പറഞ്ഞില്ലേ ആദ്യം. അപ്പോൾ നമ്മൾ അവിടെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അവിടെ കുറേ പേര് വാങ്ങുന്ന ബ്രാൻഡാണ് ഈ സെയ്ക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഓട്ടോമാറ്റിക് വാച്ചസ് ഒക്കെ അവിടെ ഭയങ്കര ഉണ്ട്. അപ്പോൾ എനിക്ക് വാച്ച് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി 3 വാച്ച് വാങ്ങിയിട്ടായിരുന്നു. രണ്ടെണ്ണം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഫാമിലി സീക്കോടെ 2 ഓട്ടോമാറ്റിക് വാച്ചസ്. അതിന്റെ വീഡിയോ നമ്മള് ഷെയർ വീഡിയോ. അത് രണ്ടും ഏകദേശം കളറും മാറ്റമുണ്ട്, സെയിം സാധനം, ഒന്ന് വൈറ്റും ഒന്ന് ബ്ലാക്കും അങ്ങനെ. അതെ, അത് ഓട്ടോമാറ്റിക്കാ. ഇപ്പൊ ഇത് എനിക്ക് പേഴ്സണലായിട്ട് വാങ്ങിച്ചൊരു വാച്ച്. ഇതിന്റെ ഞാനൊരു വീഡിയോ സെപ്പറേറ്റ് കാണിച്ചു തരാം, വേണ്ട ഇഷ്ടമുള്ളവർക്ക് അത് കാണാം. ഇത് ഞാൻ ജസ്റ്റ് മോഡൽ കാണിച്ചു തരാം. ജസ്റ്റ് ഇത് ഒരു ഷാമ്പെയിൻ ഗോൾഡിന്റെ ഒരു കളറിലുള്ള ഒരു ഓട്ടോമാറ്റിക് വാച്ച്. നല്ല എന്താ പറയുക, ഇതൊരു ജപ്പാൻ എക്സ്ക്ലൂസീവ് മോഡലാണ്. ഇന്ത്യയിൽ ഇതില്ല. പിന്നെ ഇപ്പൊ അതിന്റെ പേര് മാറ്റിയിട്ടൊക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ക്ലാസിക് റെട്രോ ലുക്ക് വരുന്നൊരു വാച്ചാണ്. അതെ, ഇതാണ് എൻ്റെ ഫേവറേറ്റ്. ഞാൻ വാങ്ങിച്ചതിൽ വെച്ച് എൻ്റെ ഫേവറേറ്റ് ഇപ്പോൾ. ഇനി എൻ്റെ സാധനം അതിനാ കൂടുതൽ പൈസ ഉള്ളത്. അത് വേറെ ഒന്നുമില്ല. ഇപ്പൊ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ഐഫോൺ. ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് സർപ്രൈസ് ആയിട്ട് കിട്ടിയൊരു സാധനം. ഇതിനവിടെ എത്രയും അവിടെ
അവിടെ ആക്ച്വലി ഇതിന് നല്ല എസ്പെഷ്യലി ജപ്പാനില് ഐഫോൺ ആപ്പിൾ പ്രൊഡക്ട്സിന് ഭയങ്കര റേറ്റ് കുറവാണ്. ഭയങ്കര കുറവല്ല, ഇന്ത്യയിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് നല്ലോണം കുറവുണ്ട്. അവിടെ ബിഗ് ക്യാമറ പറഞ്ഞിട്ട് ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇങ്ങനെ പോയി നോക്കി ഫസ്റ്റ് എത്തിയ പാട്. അപ്പം തന്നെ അവിടെ നോക്കുമ്പോൾ അതിൻ്റെ പ്രൈസ് ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. അവിടെ എനിക്ക് ഈ ഫോണിന് 256 GB വരുന്നുണ്ട്. ഇതിന് എനിക്ക് ആക്ച്വലി 94K ആ റേഞ്ചിൽ എനിക്ക് കിട്ടി. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചോ 1.35 എക്സ്ട്രാ കുറച്ചും കൂടി ഡിസ്കൗണ്ട് കിട്ടും. അവിടെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് പാസ്പോർട്ട് കാണിച്ചാൽ 10% ഡിസ്കൗണ്ട് അങ്ങനെ പലതുണ്ട്. ഇപ്പൊ എല്ലാ ഡിസ്കൗണ്ടും ആഡ് ചെയ്ത് അവസാനം 94 തന്നെ ആ സാധനം കിട്ടുക. അപ്പൊ ഇത്രയും നല്ല ഡീല് വേറെ എവിടെയും കിട്ടില്ല, വേറെ ഏത് കൺട്രിയിലും. ദുബായി പോയാലും ആ റേഞ്ച് കിട്ടില്ല. എവിടെയാണ് USA നോക്കി ഏകദേശം ആ പ്രൈസ് തന്നെ വരുന്നത്. അപ്പോൾ ഒരു ബെസ്റ്റ് ഓപ്ഷനായിട്ട് എനിക്ക് തോന്നി. ഞാൻ അപ്പം തന്നെ ബുക്ക് ചെയ്ത് അറൗണ്ട് 2 വീക്സിനുള്ളിലാണ് കിട്ടിയ ഫോൺ. ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. പിന്നെ ഇതെല്ലാം കൂടാണ്ട് നമ്മൾ കുറച്ച് ആദ്യം പറഞ്ഞ കുറേ ക്ലോത്ത്സും ബാഗ്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. അവിടുത്തെ യുനീക്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡ്, ആക്ച്വലി യുനീക്രോ എന്നാണ് അവിടെ, പിന്നെ പ്രൊനൗൺസിയേഷൻ ഇല്ല. അപ്പൊ യുനീക്ലോന്ന് നല്ല മെറ്റീരിയലാ, ഭയങ്കര നല്ല മെറ്റീരിയൽ, ഭയങ്കര ക്വാളിറ്റി. എനിക്ക് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് ടീഷർട്ട്സ്. ഞാനിപ്പോ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സിലും യൂണിക്ലോ ഉണ്ട്. അത് നമ്മള് നാട്ടിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിക്കുന്നതും ഇപ്പം ഇവനെല്ലാം H&M, സാറ അങ്ങനത്തെ ബ്രാൻഡഡ് സാധനങ്ങളാണ് യൂസ് ചെയ്യുക അധികം. അപ്പൊ അതും ഇതും നോക്കുമ്പോ പ്രൈസ് എല്ലാം ഏകദേശം സെയിം, പക്ഷെ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റി. പിന്നെ ഇന്ത്യയിൽ യുനീക്ലോ എനിക്ക് തോന്നുന്നു ഇപ്പോൾ പൂനെയിലും പിന്നെ ഡൽഹിയിലൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ കുറച്ച് എക്സ്പെൻസീവ്. ഈ ജപ്പാനിന് ഡയറക്റ്റ് വാങ്ങുമ്പോൾ നല്ല ഏകദേശം ഹാഫ് പ്രൈസ് തന്നെ കിട്ടുന്നുണ്ട്. അതിന് കുറേ ഉണ്ട് ആക്ച്വലി, ബാഗ്സ് പിന്നെ ഡ്രസ്സ് കുറേ ഉണ്ട്. അപ്പോൾ ഇപ്പൊ കണ്ട സാധനങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ കുറെ വാങ്ങിച്ചത്. ഇനിയും പല പല സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്തു, പിന്നെ വീട്ടിൽ കൊടുത്തു. മെയിൻ കുറെ സാധനങ്ങൾ നമ്മളിപ്പോ ഓൾമോസ്റ്റ് കാണിച്ചു. ഇനിയിപ്പോ നമ്മള് സത്യം പറഞ്ഞാൽ ഒന്നുകൂടി പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ജപ്പാൻ പോവാൻ പറ്റുന്നതാണെങ്കിൽ എന്തായാലും എല്ലാരും പോണം. അത് മിസ് ചെയ്യാൻ പറ്റില്ല. ഭയങ്കര അടിപൊളിയാണ് സ്ഥലം. പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേറൊരു കൺട്രി ഇഷ്ടമില്ല. അപ്പൊ ഇനിയിപ്പോ എന്തായാലും ഈ വീഡിയോ നീട്ടി അങ്ങനെ കൊണ്ടുവന്നില്ല. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.